സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആവിയിൽ മീൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കരിമീൻ എടുത്താണ് ആവിയിൽ ഉണ്ടാക്കിയെടുത്തത്. 2 തരത്തിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി ഈ പ്ലേറ്റിൽ കാണുന്ന മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 മീനും തോല് പൊളിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. തോല് പൊളിച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നേരത്തെ കാണിച്ച മസാലകൾ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് പകുതി നെല്ലിക്കയും പകുതി പുളിനാരങ്ങയും 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 നുള്ള് ഉപ്പുമിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല. ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. ഇനി ഇത് മീനിൽ ചേർത്തെടുക്കാം. അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് നല്ലതുപോലെ ചേർത്തെടുക്കാം. മീനിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ തേച്ചെടുക്കണം. അതിൻ്റെ വരഞ്ഞു വെച്ച വിടവുകളിലെല്ലാം നല്ലതുപോലെ അമർത്തി തേക്കണം. എന്നാലാണ് മസാല നല്ലതുപോലെ പിടിച്ചിരിക്കുക. ഇനി ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. മസാല നല്ലതുപോലെ പിടിച്ചാലാണ് മീനിന് സ്വാദ് കൂടുക. ഇനി അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി ഒരു ഇല വാട്ടി ഇലയിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഹെൽത്തിയാണ്. ഇത് കഴിച്ച് ഒരു അസുഖവും വരില്ല. ഇല വാട്ടി ഇലയുടെ ഒരു ഭാഗത്ത് മസാല തേച്ച് നേരത്തെ മസാല തേച്ച് വെച്ച മീനെടുത്ത് വെച്ച് നമുക്കൊന്ന് മടക്കിയെടുക്കാം. മീൻ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ എത്ര കഴിച്ചാലും നല്ലതാണ്. കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വലിയ ഇലയാണെങ്കിൽ കെട്ടേണ്ട ആവശ്യമില്ല, മടക്കി വെച്ചാൽ മതി. ഇനി 2 ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇനി ആവി പോയ ശേഷം തുറന്നു നോക്കാം. ഇത് റെഡിയായി. ഇതൊരു ഹെൽത്തി ഫിഷ് റെസിപ്പിയാണ്. ഇനി രണ്ടാമത്തെ മീൻ ഉണ്ടാക്കാം. അതും ഇതുപോലെ തോല് പൊളിച്ചെടുക്കണം. തോല് പൊളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കാണാൻ അതാണ് ഭംഗി. ഇനി നമുക്ക് രണ്ടാമത്തെ മീനിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് 5-10 വെളുത്തുള്ളി, 5-8 കാന്താരി, ഒരു ചെറിയ സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം. സവാള ചതക്കേണ്ടതില്ല. ഇനി മീനെടുത്ത് ഇതുപോലെ വരഞ്ഞു വയ്ക്കുക.
വരഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലായി 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരച്ച മസാല ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. മസാല ചേർക്കുമ്പോൾ പകുതി പുളിനാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിക്കണം. അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുകയും കൂടി വേണം. സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് കൂടി പോവാതെ നോക്കണം. ഇനി ഇതും അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് സവോള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയും സവാളയുമാണ് ഇതിലെടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവും ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഫിഷ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല പൊടി ഇട്ടാലും മതി. എണ്ണയധികം ഒഴിക്കാത്തത് കൊണ്ട് ഇളക്കിയെടുക്കാൻ വിഷമമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളമൊഴിച്ച് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നേരത്തെ ഇഞ്ചിയുടെ മസാലകൾ ചേർത്ത് വെച്ച മീനെടുത്ത് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇല എപ്പോഴും കഴുകി വൃത്തിയാക്കി വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത ഇലയാണ് നല്ലത്, അല്ലെങ്കിൽ കീറിപ്പോകും. അങ്ങനെ വാട്ടിയെടുത്ത ഇലയിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച മീനെടുത്ത് വെച്ച് കൊടുക്കാം. അതിനെ ആദ്യം ഇലയിൽ കുറച്ച് മസാലയിട്ട് അതിൻ്റെ മുകളിലായി മീൻ വയ്ക്കാം. ഇനി മീൻ വെച്ച ശേഷം മീനിന് മുകളിലായി വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. മീനിൻ്റെ 2 വശവും നല്ലതുപോലെ മസാല ഇടണം. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഇട്ടാലാണ് മസാല മീൻ നല്ലതുപോലെ വലിച്ചെടുക്കുക. കഴിയുന്നതും ആവിയിൽ ഉണ്ടാക്കി കഴിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. ആരോഗ്യമെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. നാല് ദിവസം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് നല്ലത് എന്ന്. ഇനി ഈ ഇല മടക്കി ഒന്ന് കെട്ടിവെക്കാം. വലിയ ഇലയാണെങ്കിൽ കെട്ടേണ്ട ആവശ്യമില്ല. ഇനി നേരത്തെ ചെയ്തതുപോലെ കുക്കറിൽ വെള്ളം വെച്ച് ആവി കയറ്റിയെടുക്കാം.
രണ്ട് മീനിനും രണ്ട് തരം സ്വാദാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ആവി വരെ വേവിച്ചെടുക്കാം. ആവി പോയ ശേഷം തുറന്നു നോക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. ആർക്കും പേടിയില്ലാതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ മീനിൻ്റെ റെസിപ്പിയാണ് ഇത്. മീൻ എത്ര വേണമെങ്കിലും കറി വെച്ച് കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.